പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിലെ എല്ലാവരെയും തെറി വിളിക്കുന്ന ആൾ. പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ സെറ്റിലെ എല്ലാവർക്കും ബിരിയാണി മേടിച്ചു കൊടുത്തിട്ട് മാറി ഇരുന്ന് കഞ്ഞി കുടിക്കുന്ന ആൾ. പടം ഡയറക്റ്റ് ചെയ്ത്. ആ ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാറേ, എൻ്റെ പേര് ചാൾസ്. എന്നാ ചാൾസ്? ഞാനൊരു ചാൻസ് ചോദിച്ചു വന്നതാണ്. എന്റെ ചാൾസ്, നിനക്ക് ചാൻസ് തരാൻ വേണ്ടി ഞാൻ നിന്റെ കൂടെ പണിയുന്ന ബംഗാളിയല്ല. എൻ്റെ പൊന്നു സാറേ, ഹാൻസ് അല്ല, ചാൻസ്, അവസരം ചോദിച്ചു വന്നതാണ്. ഇല്ല, ഈ സിനിമയിൽ ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമക്കകത്ത് പുതുമുഖങ്ങൾക്ക് അവസരമില്ല. സാറേ, ഞാനൊരു ഗംഭീരമായ മിമിക്രി ആർട്ടിസ്റ്റാണ്. മിമിക്രി ആർട്ടിസ്റ്റ് ഒട്ടും തരത്തില്ല. അതെന്നാ സാറേ? മിമിക്രി ആർട്ടിസ്റ്റുകൾക്ക് ഒട്ടും തരില്ല സാറേ. മലയാള സിനിമയിലെ ഇപ്പൊ അവാർഡ് മൊത്തം വാങ്ങിക്കൂട്ടുന്ന മിമിക്രിക്കാരാണ് സാർ. അങ്ങനെ സംസാരിക്കല്ലേ. അതുകൊണ്ടാണ് എല്ലാ അവാർഡും മിമിക്രിക്കാർ കൊണ്ടുപോകും. നമുക്കൊരു അവസരം ഇല്ല സാറേ. ഞാൻ സാധാരണ മിമിക്രി കണക്കല്ല, എല്ലാം വെറൈറ്റി ആണ്. എന്നതാ? ന്യൂ ജനറേഷൻ താരങ്ങളുടെ ശബ്ദം. അത് കൊള്ളാലോ. ശ്രീനാഥ് ബാസി, നമ്മുടെ പഴയ അത് അടൂർ ബാസി. ഞാൻ ചെയ്യുന്ന ശ്രീനാഥ് ബാസി. സാറേ, ഈ ഹണീബില്ലേ, എടുക്ക്. ഹണീബിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ട്. ഒഴിച്ചു തരേണ്ട കടമ നിനക്കുള്ളതാണ്. അതെന്നാ സാറേ? ഹണീബി സാറേ, ഈ കുടിക്കുന്ന ഹണീബി അല്ല, ഹണീബി എന്ന സിനിമ, അതിലെ ശ്രീനാഥ് ബാസിയുടെ ശബ്ദം. ഓക്കെ, എന്റെ പൊന്നേഞ്ചൽ, നിനക്ക് സെബാന്റെ പാട്ട് ഇഷ്ടമാണ്, സെബാന്റെ സംസാരം ഇഷ്ടമാണ്, സെബാനെ മാത്രം ഇഷ്ടമല്ല. പറയൂ, നിങ്ങൾ പഴയ സിനിമയിലെ പ്രണയ ജോഡികളാണ്. അടൂർബാസിയും ശ്രീലതയും പോലാണ്. മച്ചാനെ, വെള്ളോത്തി വള്ളംകളി തുടങ്ങിയാലോ? ആംബ്രൂ, നിനക്കൊന്നും അറിയാൻ പാടില്ല, നീ കുട്ടിയാണ്. എങ്ങനെയുണ്ട്? ഒന്നുകൂടെ പറഞ്ഞാലോ? എന്റെ പൊൻ സാറേ, ഞാനിപ്പം പറഞ്ഞത് അല്ല, നമുക്ക് ചെറിയൊരു പഞ്ച് ഡയലോഗ് അത് വെച്ച് കേട്ടാ സിനിമയിലാ. സാറേ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുക്കും മേലൊരു സാധനം. എന്നതാ? വെറൈറ്റി. ഫോണിന്റെ വൈബ്രേഷൻ. ഇതൊന്നും നീ ചെയ്താൽ ശരിയാവത്തില്ലല്ലോ. നീ ഒന്നും ചെയ്താൽ അത് ശരിയാവത്തൊന്നുമില്ല. ഒരു മിനിറ്റ്. ഹലോ 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 സാറേ, ഇത് ഞാൻ ചെയ്തിട്ടുണ്ട് സാറേ. ഞാൻ ചെയ്യാം സാർ. സാറേ, ഹലോ, ഇത് ഞാൻ അനുകരിച്ച ശബ്ദമാണ്, അത് ഞാൻ ചെയ്തതാ. പിന്നെ വിളിക്കാവേ. ഇനി ഞാൻ ചെയ്യുന്നത് ഇത് മേലെ ഇതിപ്പം ചെയ്യുന്ന വൈബ്രേഷൻ അല്ലേ? ഇനി ഞാൻ ചെയ്യുന്ന സിനിമാ താരങ്ങളുടെ രാഷ്ട്രീയക്കാരുടെ ഫോണിന്റെ വൈബ്രേഷൻ. അതെങ്ങനെ ഉണ്ടാവും സാർ? ഉമ്മൻചാണ്ടി സാറിന്റെ ഫോണിന്റെ വൈബ്രേഷൻ. ഉമ്മൻചാണ്ടി സാറിന്റെ ഫോണിന്റെ വൈബ്രേഷൻ ഇങ്ങനെയാണ്. എങ്ങനെയുണ്ട്? അടിപൊളി. ഇനി സുരേഷ് ഗോപി സാറിന്റെ ഫോണിന്റെ വൈബ്രേഷൻ അതിങ്ങനെയാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സൂപ്പറായിട്ടുണ്ട്. എടാ, ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒരൊറ്റ കാര്യം തോന്നുന്നുള്ളൂ. നീ അഭിനയിക്കാൻ നിൽക്കണ്ട. പിന്നെ നീ എല്ലാം കൂടെ വെച്ചിട്ട് ഒരു മ്യൂസിക് ഉണ്ടാക്കിക്കൊണ്ട് പോവാ. മ്യൂസിക്കോ? എന്നിട്ട് ഈ പടത്തിൽ നീ മ്യൂസിക് ഡയറക്ടർ ആടാ. ഈ സിനിമയില് ഞാൻ മ്യൂസിക് ഡയറക്ടറോ? പോയി ചെയ്തിട്ട് വാ. ഞാൻ ഇതിന്റെ അകത്ത് ഡയറക്ടർ ആക്കി. സാറേ, വിളിക്കണം. പിന്നെ പോയിട്ട് വാ. സാറേ, സാറേ, എന്റെ പേര് നീർക്കോട് പപ്പൻ. എന്നാ നീർക്കോലി? നീർക്കോലല്ല, നീർക്കോട് പപ്പൻ. എന്താ പപ്പ? സാറേ, ഞാൻ കഥ എഴുതാൻ വേണ്ടി വന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ പോയിരുന്നു. അല്ല, ഇതല്ല പറഞ്ഞത്. എന്റെ കയ്യിൽ 2-3 കഥകളുണ്ട്. അപ്പൊ സാറിന്റെ അടുത്ത് കഥ പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ. അതെ അതെ. എടോ, ഞാനിപ്പോ ചെയ്യാൻ പോണേന്ന് പറഞ്ഞ ഈ ഡാൻസിന് പ്രാധാന്യം കൊടുത്തുള്ള സിനിമയാണ്. തന്റെ ഇപ്പല്ലോ ചെറിയാൻ ജാഫർ വല്ലതും ഉണ്ടാവും. ചെറിയാൻ ജാഫർ? ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്ന ചെറിയാൻ ജാഫർ. അയ്യോ, അത് കൊറിയോഗ്രാഫർ. ചെറിയാൻ ജാഫർ അല്ല. അല്ല, അങ്ങനെയും പറയും. അല്ല, എന്റെ കയ്യിലുള്ള സിനിമ അങ്ങനത്തെ അല്ല സാറേ. സെന്റിമെന്റ്സ് ട്രാക്കിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമയാണ് എന്റെ കയ്യിലുള്ളത്. അതെ. അതായത്, പറഞ്ഞോട്ടെ? കേക്കാം. അതായത്, തളർവാദം പിടിച്ചെടുക്കുന്ന ഒരു അച്ഛൻ, 5 പെങ്ങന്മാരുണ്ട്, കെട്ടിക്കാൻ പ്രായമായത്, മുട്ടിലിഴഞ്ഞ് നടക്കുന്ന ഒരു അമ്മ, ഇവർക്കിടയിൽ പണിക്ക് പോകാൻ മടിയുള്ള ഒരാൾ, പേര് നിർഗുണൻ. അവനാണ് നമ്മുടെ നായകൻ. നീ ആ കാർഡിങ് ഞാൻ അത് വായിച്ചിട്ട് 5-10 അങ്ങ് തരാം. അല്ല, ഞാൻ വീട്ടിൽ പോയിട്ട് കാർഡ് അടിച്ചിട്ട് തിന്നുന്ന ഒരാളല്ല ഞാൻ. ഞാൻ എന്റെ കഥ പറഞ്ഞതാണ്. എന്റെ പൊന്നടാവുക, ഇതേപോലത്തെ കഥയൊന്നും നമുക്ക് വേണ്ട. നീ ഒരു പണി, നല്ല കോമഡി ട്രാക്ക് പിടിക്കും. നല്ല കോമഡിയുള്ള കഥയാണെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ ഒരു ഉഗ്രം കോമഡി സബ്ജക്ട് എന്റെ കയ്യിലുണ്ട്. ഉഗ്രം ഒരു സാധനമുണ്ട്. അങ്ങനെയാണ് അത് പറ. അതായത്, പക്ഷെ വേറെ പ്രശ്നമുണ്ട്. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് നമ്മൾ തിയേറ്ററിൽ ഇങ്ങനെ എഴുതി കാണിക്കണം, ഹൃദയ രോഗികൾ ആരും ഈ സിനിമ കാണാൻ പാടില്ല. ഇത് ചിരിച്ചിരി ചങ്കുപൊടി ചത്തുപോയി നമ്മൾ സമ്മാനം പറയണ്ടേ? അതെ. സാർ, ഞാൻ എന്റെ കഥ പറയാം. അതായത്, ഞാൻ കോമഡി സബ്ജക്റ്റ് ആണ് കേട്ടോ. ചിരിച്ചിരിച്ച് ചാവും. നമ്മുടെ കഥ എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങുമ്പോ എനിക്കെന്താണെന്നറിയോ, ഈ സിനിമയുടെ കഥ ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോ ചിരിക്കാൻ തുടങ്ങും. എനിക്ക് അത്രയ്ക്ക് കോമഡിയാണ് ഈ സാറേ. അപ്പൊ അതായത്, ഇതിനകത്തെ ഒരു നായകൻ കേട്ടാ. ഈ നായകൻ തമ്മിൽ ഭയങ്കര പ്രേമാണ്. അത് തന്നെ കോമഡിയാ. ആ കോമഡി മനസ്സിലായ?
അപ്പൊ ഈ നായികയ്ക്ക് ഒരു മുറച്ചിറക്കനുണ്ട്. അവനിങ്ങനെ കാറിൽ വരികയാണ്. ഈ കാറിൽ വരുന്ന സമയത്ത് കാർ മൊത്തം അടഞ്ഞു കിടക്കുകണ്ട. ആ സമയത്ത് കാറിനകത്തൊരു മുട്ടക്കാട്ട കോമഡി നടക്കുക. ഇത് കാണുമ്പോ സാർ എന്നെ നോക്കി ചിരിക്കില്ല, അങ്ങോട്ട് നോക്കി ചിരിക്കും, ചിരി വരും. അപ്പൊ ഈ മുറച്ചിറക്കം വരികയല്ല, ആ സമയത്ത് നായകനും നായകൻ കൂടി ഒളിച്ചോടാൻ വേണ്ടിട്ട് ഫ്ലൈറ്റിൽ കയറും. ഈ സമയത്താണ് നമ്മുടെ മുറച്ചിറക്കം വരുന്നത്. മുറച്ചിറക്കം വന്നിട്ട് കാറിന്റെ ഡോർ വന്നിട്ട് മണ്ണിലേക്ക് അങ്ങോട്ട് കാല് കുത്തുന്നതും മണ്ണിന്നൊരു കോമഡി മുളച്ചു വരുന്നത്. അങ്ങനെ ഈ ഫ്ലൈറ്റിൽ ഇവര് കയറിയിരിക്കല്ല, ഫ്ലൈറ്റിൽ കയറിയിട്ട് ഇവരൊരു കോമഡി ആക്കിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഫ്ലൈറ്റിൽ എല്ലാ ആൾക്കാരും ചിരി ഓടിച്ച് പൈലറ്റ് കോമഡി പറഞ്ഞിട്ട് പൈലറ്റിന്റെ റൂട്ട് മാറി ചെക്കോസ്ലാവേക്കിലേക്ക് പോകുന്നു, ബോംബെയിൽ പോവാതെ പൈലറ്റ് കറങ്ങി തിരിഞ്ഞ് അയ്യോ ഇതിലെവിടാടാ കോമഡി? കോമഡി നമ്മൾ ഉണ്ടാക്കണം, സാറുണ്ടാക്കണം. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അല്ല, ഞാൻ നല്ലൊരു സിറ്റുവേഷൻ പറഞ്ഞാൽ ഇതിനനുസരിച്ച് സാറിന് കോമഡി ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലേ? നിന്നോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. നിനക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കും. എന്താ? അതായത് നിനക്ക് ഉന്നതങ്ങളിൽ എത്തണമെന്നുണ്ടെങ്കിൽ പലതും നീ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കണം. തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുണ്ട് ഗോപു? നീ ഒന്ന് കണ്ണടച്ച് കഴിഞ്ഞു നിന്നെ ഞാൻ ഉന്നതങ്ങളിൽ എത്തിക്കും. ഒന്ന് കണ്ണടച്ചാൽ മതി. സമ്മതം ഇല്ലെങ്കിൽ ആ വാതിൽ വഴി നിനക്ക് ഇറങ്ങിപ്പോകാം. നീ സിനിമാക്കാരെ കുറിച്ച് പല കഥകളും ഞാൻ കേട്ടിട്ടുണ്ട്. അവന്റെ ഒരു സ്ക്രിപ്റ്റ് തെറ്റ് ചെയ്യാത്തവരുടെ ആരുണ്ട് ഗോപു? നീ ഒന്ന് മനസ്സ് വെച്ചാൽ ഉയരങ്ങൾക്ക് കിടക്കാം. ഒന്ന് കണ്ണടച്ചാൽ മതി, സമ്മതെങ്കിൽ കിടക്കാം, അല്ലെങ്കിൽ പുറത്ത്. ഇതെന്താ സാർ ഇത്? ഞാൻ എഴുതിയ സിനിമയുടെ ക്ലൈമാക്സ് നിന്നെ വായിച്ചു കേൾപ്പിക്കാം. അപ്പൊ എന്റെ ചാൻസ് ഇത്രയും തല്ലി വായിച്ചു നിനക്ക് ചാൻസ്